ചാലക്കുടി പുഴയിൽ ക്രമാതീതമായിട്ട് ജലനിരപ്പ് ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായ പ്രദേശമാണ് മേലൂർ ഗ്രാമപഞ്ചായത്ത്. മേലൂർ ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന രണ്ട് പ്രദേശങ്ങൾ, ഒന്ന് എരുമപ്പാടം 13-ാം വാർഡ്, അതുപോലെ തന്നെ 1-ാം വാർഡ് ശാന്തിപുരം. ഇവിടെ ഡിവൈൻ ഉന്നതിയിലുള്ള ആളുകൾ അവിടെയുള്ള വീടുകളിലേക്ക് സ്ഥിരമായിട്ട് ഈ ചാലക്കുടി പുഴയിൽ വെള്ളം കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ എരുമപ്പാടത്തുള്ള വീട്ടുകാരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മലയാളം സെക്ഷനിലുള്ള സുരക്ഷിതമായ സ്ഥലത്തേക്ക് തഹസീൽദാർ ഉൾപ്പെടെയുള്ള മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, തഹസീൽദാർ, ജനപ്രതിനിധികളുടെയൊക്കെ സാന്നിധ്യത്തിൽ അവരെ മാറ്റിപ്പാർപ്പിച്ചു. ഈ ശാന്തിപുരത്തുള്ള ഉന്നതിയിലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ, അതായത് ജൂൺ 25 ബുധനാഴ്ചയോടുകൂടി കൃത്യമായി അധികൃതർ നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് അവരുടെ സാധന സാമഗ്രികൾ നെറ്റിക്കാടൻ ട്രസ്റ്റ് ഹാളിലേക്കും അതുപോലെ തന്നെ അവരെ വെള്ളം അവിടേക്ക് കയറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം സെക്ഷനിലേക്ക് തന്നെ, ധ്യാനകേന്ദ്രത്തിൽ മലയാളം സെക്ഷനിലേക്ക് തന്നെ മാറ്റാനായിട്ടുള്ള, സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കുന്നപ്പള്ളി 6-ാം വാർഡിലും ഇതുപോലെ ഒരു വീട്ടിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം സാധാരണ ഉണ്ടാവാറുണ്ട്. ചാലക്കുടി പുഴ വെള്ളം കൂടി കഴിഞ്ഞാൽ അവരെയും അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനായിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് അധികൃതർ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ പെട്ടെന്നുള്ള ഈ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നത് അത് വളരെയധികം അക്ഷരാർത്ഥത്തിൽ ബുദ്ധിമുട്ടേറിയ അനുഭവമാണ് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ 13-1 വാർഡുകളിലുള്ള ഡിവൈൻ ഉന്നതിയിലെ വീട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ളത്. എല്ലാ വർഷവും ഇവർ ഈ സാധന സാമഗ്രികൾ എടുത്ത് ചുമലിലേറ്റി പോകുന്ന കാഴ്ചകൾ കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ ഡിവൈൻ ഉന്നതിയിലുള്ള വീട്ടുകാർ. ഇന്നലെയും അവർക്ക് അധികൃതർ പറയുമ്പോൾ അവരുടെ ഈ സാധന സാമഗ്രികൾ ഇട്ടറിഞ്ഞ് പോകാനായിട്ട് അവർക്ക് മനസ്സ് വരുന്നില്ല. ഇപ്രാവശ്യം അവർ സാധന സാമഗ്രികളെല്ലാം ഏറ്റി പോകുന്ന കാഴ്ചയും കാണാനായിട്ട് ഇടവന്നു. മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിത, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ MS ബിജു, വൈസ് പ്രസിഡന്റ് പോളി പുളിക്കൻ, അതുപോലെ തന്നെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളായിട്ടുള്ള 13-ാം വാർഡിലെ ഷീജ പോളി, 1-ാം വാർഡിലെ ജിറ്റി ഷാജു ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ രാത്രി തന്നെ ഏറെ നേരത്തെ പരിശ്രമ ഫലമായിട്ട് തന്നെ ഈ വീട്ടുകാരെ സഹായിക്കുന്നതിനും അവിടുന്ന് സാധന സാമഗ്രികൾ എടുത്തു മാറ്റുന്നതിനും നാട്ടുകാരുടെ സഹായത്തോടു കൂടിയുള്ള ഇടപെടൽ നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് വലിയ ബുദ്ധിമുട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിച്ചത്. ഇപ്പോഴത്തെ ജലനിരപ്പ് ചാലക്കുടി പുഴയിൽ 7.34 മീറ്റർ വെള്ളമാണ്. അത് വർദ്ധിക്കുന്നു എന്ന സാഹചര്യമാണ്. എന്നാൽ പെരിങ്ങൽകുത്ത് റിസർവോയറിലെ ജലനിരപ്പ് താഴുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും മഴ മാറി നിൽക്കട്ടെ, നമ്മുടെ പ്രദേശങ്ങൾ വലിയ വെള്ളക്കെട്ടിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്.